ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നാളെ മുതൽ ടെസ്റ്റുകൾ ബഹിഷ്കരിക്കാനാണ് എറണാകുളത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളുടെ തീരുമാനം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇത് സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് ഇവർ പോകുന്നുവെന്നാണോ, അതോ എറണാകുളം ജില്ലയിൽ മാത്രം പ്രതിഷേധം എന്നാണോ? അനുജ, എറണാകുളം ജില്ലയിലെ വിവരങ്ങളാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നാളെ മെയ് 2 തീയതി, അതായത് ഈ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആരംഭിക്കുക നാളെയായിരിക്കും. ഇതിനിടയിലാണ് ഒരു പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ രംഗത്തെത്തുക. പ്രധാനമായും അവർ പറയുന്ന പ്രശ്നം 60 പേരിലേക്ക് ഈ ടെസ്റ്റിന്റെ എണ്ണം ചുരുക്കപ്പെടുമ്പോൾ അത് വലിയ രീതിയിൽ ആളുകളെ ബാധിക്കുന്നുവെന്നാണ്. ചില ആളുകൾക്ക് ഡേറ്റ് നേരത്തെ നൽകിയിരുന്നു ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. ആ ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റിനായി അന്നേ ദിവസം ഈ ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് നിങ്ങളുടെ ടെസ്റ്റ് ഇന്ന് റദ്ദ് ചെയ്തിരിക്കുന്നു, അടുത്ത ദിവസം മറ്റൊരു ഡേറ്റ് എടുത്തിട്ട് വരുമെന്നാണ്. അതിന് മതിയായ കാരണങ്ങളോ ഇവർ പറയുന്നില്ല. ആകെയുള്ള പ്രശ്നം 60 പേരിലേക്ക് ചുരുക്കി, അതല്ലാതെ മറ്റു കാരണങ്ങളൊന്നും ഇവരോട് പറയുന്നില്ല. പുറത്തേക്ക്, അത് വിദേശത്തേക്ക് ഉൾപ്പെടെ പോകാൻ നിൽക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്കെല്ലാം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. RTOയുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും ഒരു തരത്തിലുള്ള ഫലവും ഉണ്ടായില്ല. RTOയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം, ഇത് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനമാണ്, അതിൽ എന്തെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാനാവില്ല എന്നാണ് അവരുടെ ഒരു വിശദീകരണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് പ്രതിഷേധം അറിയിക്കുക എന്ന നിലയിൽ നിലവിൽ നാളെ ഈ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ഡ്രൈവിംഗ് സ്കൂളുകാർ എത്തിയിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ തുടർന്ന് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അനുജ, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. നാളെ മുതൽ ടെസ്റ്റുകൾ ബഹിഷ്കരിക്കുക എന്നുള്ള സമര പരിപാടിയിലേക്ക് സംയുക്ത സംഘടനകൾ കടക്കുന്നു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.